നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ബൈക്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് നിന്നതുകൊണ്ടുള്ള വൈരാഗ്യത്താൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. പന്തല്ലൂർ ജനത UP സ്കൂളിൽ 2 ദിവസമായി നടത്തിയ അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. മോഷ്ടിച്ച സ്കൂട്ടറുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. G20 പാർട്ടിയുടെ കോർണർ മീറ്റിംഗുകൾ പരയാരം പഞ്ചായത്തിൽ ആരംഭിച്ചു. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ബൈക്കിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വ്യക്തിയെ ബൈക്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് നിന്നതുകൊണ്ടുള്ള വൈരാഗ്യത്താൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളെ കൂടി വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. ഒമ്പതുങ്ങൽ കാക്കനാടൻ വീട്ടിൽ തേമാലി വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒമ്പതുങ്ങൽ ദേശത്ത് അമ്പലപ്പാടൻ വീട്ടിൽ നിഖിൽ എന്നയാളെ നേരത്തെ പിടികൂടിയിരുന്നു. ഒമ്പതുങ്ങൽ ദേശത്ത് പുതിയ വളപ്പിൽ വീട്ടിൽ വിനീതാണ് ആക്രമിക്കപ്പെട്ടത്. ഏപ്രിൽ 21 രാത്രി 11 മണിയോടെ വിനീത് ജോലി കഴിഞ്ഞ് വരുന്ന സമയം ബൈക്ക് നിർത്തി ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് നിഖിലും വിഷ്ണുവും വിനീതിനോട് തർക്കിക്കുകയും ഒമ്പതുങ്ങൽ മാങ്കുറ്റിപ്പാടം റോഡിൽ ചാലക്കുടി മൈനർ ഇറിഗേഷൻ കനാൽ കൾവെട്ടിന് സമീപം വെച്ച് വിനീതിനെ തടഞ്ഞു നിർത്തി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പിടികൂടിയത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മനോജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാകേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രൂപേഷ്, അജിത് കുമാർ, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പന്തല്ലൂർ ജനത UP സ്കൂളിൽ 2 ദിവസമായി നടത്തിയ അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. കളിയും കാര്യവും എന്ന പേരിൽ നടത്തിയ ക്യാമ്പിന്റെ 2ാം ദിവസം വരയ്ക്കാം രസിക്കാം എന്ന വിഷയത്തിൽ AV ശ്രീകുമാർ ക്ലാസ് എടുത്തു. മെനയാം ഒറിഗാമി എന്ന വിഷയത്തിൽ നാടൻപാട്ട് കലാകാരൻ MT ശിവരാമൻ ക്ലാസ് എടുത്തു. തുടർന്ന് നടത്തിയ സമാപന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് അജിമോൾ ഷാബു, പ്രധാന അധ്യാപിക NS അനില എന്നിവർ സംസാരിച്ചു. മോഷ്ടിച്ച സ്കൂട്ടറുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. വെള്ളിയാഴ്ച വെളുപ്പിന് 1:30 ചാലക്കുടി സൗത്ത് ഫ്ലൈഓവറിനടിയിലുള്ള സർവീസ് റോഡിൽ വെച്ചാണ് മോഷ്ടിച്ച സ്കൂട്ടറുമായി കണ്ടശാങ്കടവ് സ്വദേശികളായ കറുപ്പം വീട്ടിൽ നഫീൽ, കോരത്ത് വീട്ടിൽ അഭയ്, 15 വയസ്സുള്ളൊരു കുട്ടി എന്നിവരെ ചാലക്കുടി പോലീസ് പിടികൂടിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാത്രികാല പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തു വരവെ ചാലക്കുടി സൗത്ത് ഫ്ലൈഓവറിനടിയിൽ സർവീസ് റോഡിൽ വെച്ച് ഒരു സ്കൂട്ടറിൽ 3 പേർ വരുന്നത് കണ്ട് കൈകാണിച്ചു നിർത്തി ചോദ്യം ചെയ്തതിൽ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിൽ മോഷണം ചെയ്തുകൊണ്ടുവരുന്നതാണെന്ന വിശ്വാസത്തിലാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മാതാപിതാക്കളെ വിളിച്ചുവരുത്തി വിട്ടയച്ചു. നഫീൽ, അഭയ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ സ്കൂട്ടർ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസഫ്, ഡ്രൈവർ ASI ജിബി, CPO സജിമോൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുടുംബശ്രീ അമൃത മിഷനുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന അമൃത് മിത്ര പദ്ധതി വഴി ചാലക്കുടി നഗരസഭയിലെ വാട്ടർ കണക്ഷനുകളുടെ മീറ്റർ റീഡിംഗും ടാങ്കുകളുടെയും പ്ലാന്റുകളുടെ പരിപാലനവും തിരഞ്ഞെടുത്ത കുടുംബശ്രീ അംഗങ്ങൾ നടത്തും. 7 കുടുംബശ്രീ അംഗങ്ങൾക്ക് അടുത്ത 1 വർഷത്തേക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയിൽ മീറ്റർ റീഡിംഗ് 4 പേരും പരിപാലനത്തിന് 3 പേരുമുണ്ട്. തിരഞ്ഞെടുത്ത 7 പേർക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. പരിശീലനവും നൽകി. അമൃത് 2.0 പദ്ധതിയിൽ ആദ്യ വർഷത്തേക്ക് 17 ലക്ഷം രൂപ അനുവദിച്ചു. ചാലക്കുടി നഗരസഭയുടെ കലാഭവൻ മണി പാർക്ക്, പൗലോസ് താക്കോൽക്കാരൻ പാർക്ക് എന്നിവയുടെ സൗന്ദര്യവൽക്കരണ പരിപാലന പ്രവൃത്തിയാണ് അമൃത് മിത്ര പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത്. 3 കുടുംബശ്രീ പ്രവർത്തകരെ നിയമിച്ച് പ്രവർത്തനം നടത്തിവരുന്നു. അമൃത് 2.0 പദ്ധതിയിൽ 16 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. ഹൈ ലെവൽ, ലോ ലെവൽ കുടിവെള്ള പദ്ധതികളുടെ നവീകരണവും 2500 വീടുകളിലേക്കുള്ള സൗജന്യ കുടിവെള്ള കണക്ഷനും പദ്ധതിയിൽ പൂർത്തിയായി വരുന്നു. വാട്ടർ ടാങ്കുകൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയുടെ നവീകരണം,
പഴയ പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കൽ എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ. ഇതിനു പുറമെ നഗരസഭയിലെ 7 പൊതുകുളങ്ങൾ നവീകരിക്കുന്നതിന് 1.40 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചു. അമൃത് 2.0-യിൽ ഉൾപ്പെട്ട ഉപപദ്ധതിയാണ് അമൃത് മിത്ര. കുടുംബശ്രീ പ്രവർത്തകർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും ഉദ്ഘാടനവും ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ നിർവഹിച്ചു. വികസനകാര്യ ചെയർമാൻ KV പോൾ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രീതി ബാബു, ആനി പോൾ, ദീപു ദിനേശ്, MM അനിൽകുമാർ, മുൻ ചെയർപേഴ്സൺ ആലി ഷിബു, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ബിജു S ചെറിയത്ത്, CS സുരേഷ്, അമൃത് ജില്ലാ കോർഡിനേറ്റർ രാഹുൽ, CDS ചെയർപേഴ്സൺ സുബി ഷാജി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കരുതിയത് ഇത് ഒരു വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രം നടക്കുന്ന കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി നഗരസഭയിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കുടിവെള്ള വിതരണം നൽകുന്ന എല്ലാവർക്കും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി മാത്രമായിട്ടാണ് നമ്മൾ അമൃത് 2.0 എന്ന പദ്ധതിയെ എല്ലാവരും കണ്ടതും കഴിയും. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ബൈക്കിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പേരാമ്പ്ര മഠത്തിക്കര വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 8:30-യോടെയായിരുന്നു അപകടം. അപ്പോളോ ടയേഴ്സിൽ കരാർ തൊഴിലാളിയായ ഷാജി ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഭാര്യ ശൈലജ, മക്കൾ ആനന്ദ്, ആര്യ, മരുമകൻ നിഖിൽ. ഏതാനും ദിവസം മുൻപായിരുന്നു മകളുടെ വിവാഹം. ആളൂർ എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ 6ാമത് സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി ഉണ്ണിയൂട്ട് നടത്തി. കുട്ടികൾ കൃഷ്ണവേഷമണിഞ്ഞായിരുന്നു ഊട്ടിൽ പങ്കെടുത്തത്. ഭഗവാന്റെ ജനനത്തോടനുബന്ധിച്ചായിരുന്നു ഉണ്ണിയൂട്ട്. പന്തളം ശശിധരൻ പിള്ളയാണ് യജ്ഞാചാര്യൻ. സമാജം പ്രതിനിധികളായ AR രാമകൃഷ്ണൻ, EK സിദ്ധാർത്ഥൻ, EK മാധവൻ, EV സുബ്രഹ്മണ്യൻ, EA ചന്ദ്രൻ എന്നിവർ ഭാഗവത സപ്താഹത്തിന് നേതൃത്വം നൽകുന്നു. സപ്താഹം മെയ് 14-ന് സമാപിക്കും. ചേർപ്പ് CNN BHS സ്കൂളിൽ SSLC പരീക്ഷയിൽ തുടർച്ചയായ 100% വിജയം. 315 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 53 വിദ്യാർത്ഥികൾ ഫുൾ A+ കരസ്ഥമാക്കി. വിദ്യാലയത്തിന്റെ മികച്ച വിജയം അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും അനധ്യാപകരുടെയും പങ്കോടുകൂടിയാണ്. ഏവരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് PM രജനി, അധ്യാപകരായ ബിന്ദു KV, ടിജിൽ KD, മുഹമ്മദ് ഷെഫീഖ്, ധന്യ PV, ഷാലി KV, രജനി KM, പ്രശാന്ത് PR, സുമേഷ് KS, രഞ്ജിത്ത് KR, അനധ്യാപകരായ PK രാജൻ, സന്ദീപ്, രമ തുടങ്ങിയവർ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തു. 2020 പാർട്ടിയുടെ കോർണർ മീറ്റിംഗുകൾ പരിയാരം പഞ്ചായത്തിൽ ആരംഭിച്ചു. മെയ് 9 മുതൽ 12 വരെ വിവിധ വാർഡുകളിൽ സമ്മേളനങ്ങൾ നടക്കുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. പരിയാരം കുരിശ് ജംഗ്ഷനിൽ ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് തുടക്കം കുറിച്ചത്. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് മഞ്ഞളയുടെ അധ്യക്ഷതയിൽ ഷീജ ജോർജ്, ലിസി, PD വർഗീസ്, ഡോൺ ബോസ്കോ, ഷിബു വർഗീസ് പെരേപ്പാടൻ, ബോണി വെളിയത്ത്, ആന്റണി പുളിക്കൻ, ജോർജ് മാർട്ടിൻ, ജിത്തു മാധവ്, സെബിൻ മാത്യു, അർജുനൻ വെട്ടിക്കുഴി, ലീല സേവ്യർ, ഷീജ ജോയ്, മേരി ജോസഫ് മണവാളൻ, സുരേഷ്, മാത്യു എന്നിവർ പ്രസംഗിച്ചു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റ് 14-ാം ബ്ലോക്കിൽ ചുള്ളി, എരപ്പ്, ചീരംചിറ സ്വദേശികളായ കേക്കാടത്ത് വീട്ടിൽ കുഞ്ഞുമോൻ, ഭാര്യ സുമ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച പുലർച്ചെ 6:15-ഓടെയായിരുന്നു സംഭവം. എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ് കുഞ്ഞുമോനും ഭാര്യ സുമയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. കുഞ്ഞുമോന് തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായ പരിക്കുണ്ട്. ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മേഖലയിൽ കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണം പതിവാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഞാൻ രാവിലെ ജോലിക്ക് പോരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോരുമ്പോൾ പന്നി കൂട്ടായിട്ട് വന്ന് വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടി. വണ്ടി ചെന്ന് പന്നിയുടെ മേത്ത് തട്ടി രണ്ടുപേരും റോട്ടിലേക്ക് തെറിച്ചു വീണു. ചേട്ടന് കൂടുതലും എനിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിക്ക് പറ്റി. 14-ാം ബ്ലോക്കിൽ കല്ലാല എസ്റ്റേറ്റിൽ 14-ാം ബ്ലോക്കിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ്. എൻ്റെ പെങ്ങളും അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യണത്. ഇന്നിപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന നേരത്ത് ഞങ്ങളുടെ ഓഫീസിൻ്റെ പാൽപ്പരയുടെ തൊട്ട് താഴെ വെച്ച ടേണിങ്ങിൽ ഏരിയയിൽ നിന്ന് കൂട്ടമായിട്ട് വന്ന പന്നി ഈ വണ്ടിമേക്ക് ഇടിച്ച് കയറി അളിയനും എൻ്റെ പെങ്ങളും റോട്ടിൽ തലയടിച്ച് വീണ്. അപ്പോൾ അളിയനാണെങ്കിൽ തലയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മുറിവും, ഇപ്പോൾ ഷോൾഡർ ഇറങ്ങിപ്പോയി.
ശരീരം മൊത്തം ടാറിങ്ങിലോട്ടുള്ള ഉരഞ്ഞ് മൊത്തം ഫ്രാക്ചർ വന്നേക്കാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൈക്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് നിന്നതുകൊണ്ടുള്ള വൈരാഗ്യത്താൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. പന്തല്ലൂർ ജനത UP സ്കൂളിൽ 2 ദിവസമായി നടത്തിയ അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. മോഷ്ടിച്ച സ്കൂട്ടറുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. G20 പാർട്ടിയുടെ കോർണർ മീറ്റിംഗുകൾ പരയാരം പഞ്ചായത്തിൽ ആരംഭിച്ചു. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ബൈക്കിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.